യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 വാക്യം 35 നാം ഇങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. യേശു ഇത് വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്തത്. അവിടുന്ന് കടലിന് മീതെ നടന്നു. 5 അപ്പം കൊണ്ട് 5000-ലധികം പേരെ തൃപ്തരാക്കി. ഈ 2 സംഭവങ്ങൾ പ്രകൃതിയുടെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിന് ശേഷമാണ് അവിടെന്ന് പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇതൊരു സൂചനയായിരുന്നു. അത് പൂർത്തിയായത് അന്ത്യ-അത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങളെടുത്ത് ഭക്ഷിക്കുവിൻ. വീഞ്ഞെടുത്ത് ആശീർവദിച്ച് അവിടുന്ന് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യുകയും. തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകുകയാണ്. സ്നേഹത്തിൻ്റെ പാരമ്യം. ഇതാണ് വിശുദ്ധ കുർബാന. ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പ് യേശു അതിന് സൂചന നൽകുന്ന ഭാഗമാണ് യോഹന്നാൻ അധ്യായം 6 നമ്മൾ വായിച്ചത്.